ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ വീഡിയോയിൽ വന്നില്ല, അപ്പൊക്ക് ഒരു സമാധാനമില്ല. അയ്യോ, നമ്മൾ അമ്പലത്തിൽ തൊട്ടക്കുറി ഇത്രയും വലുത്. അപ്പം നമ്മൾ ഇതാ അവിടെ ഇരിക്കാൻ പോവാണ്. അപ്പം നമ്മളെ ഡക്സ ബേബീൻ്റെ കിന്നാരും പിന്നാരൊക്കെ നമുക്ക് കാണാം. അവനെ ഉടുപ്പൊന്ന് മാറ്റണം. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ചയല്ലേ, എല്ലാവരും പോയി സുഖമായിട്ട് എത്തിയില്ലേ, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ. പിന്നെ നല്ല ഡേ അല്ലായിരുന്നു അവർക്ക് എല്ലാവർക്കും. നല്ല ദിവസമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഡേ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ എങ്കിലും ഇടണമെന്നൊരു തോന്നൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാലോ. നമ്മൾ നല്ല പനിയിരിക്കുന്നത്. ഡെക്സ ബേബി ഓടി വരും, കാണിച്ചു തരാം. ഡെക്സ ഇരുടായിപ്പോയല്ലോ അല്ലേ, നമ്മളെ മുഖം കാണുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ നിലത്താണ് ഇരിക്കുന്നത്. നമ്മളെ സ്റ്റാൻഡ് പൊട്ടിയിട്ട് സീനാണ്. അപ്പോൾ സ്റ്റാൻഡ് ഒന്ന് മോനോട് ഓർഡർ ചെയ്യാൻ പറയണം. ഡെക്സ ബേബി മെല്ലെ പതുങ്ങി നമ്മളെ കട്ടിൻ്റെ ഒട്ടിന് വന്നിട്ടുണ്ട്. അവൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റാനാണ് ഞാൻ വന്നത്. മതിയെ, അമ്മ കഥ അറിയുന്നല്ല, അവിടെ എൻട്രിക്ക് വിളിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ ഡെക്സ ബേബിൻ്റെ മരുന്ന് കാണിക്കാൻ വന്നതാണ്. അവനൊരു കാലുമ്മിൽ രോമം ചെറുങ്ങനെ പോകണം. അപ്പോൾ അതിന് വല്ല ചൊറിച്ചിലോ കടിച്ചിലോ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ 2-3 ദിവസമായി പറ്റി. ഇതൊക്കെ നമ്മളിവിടെ സ്റ്റോക്കായിട്ട് വെക്കണം, വരെ മരുന്നുകളൊക്കെ കേട്ടോ. അപ്പോൾ പീസ് കളച്ചക്കം പോയിട്ട് നോക്ക്. ഇവിടെ വരാം മരുന്നുണ്ട് വിളിച്ചോത്തിരിക്കാണ്ടാ. ഞാൻ വിചാരിക്കുക എന്താ അവിടെ പോയിരിക്കണ എൻ്റെ അടുത്ത് അമ്മാനാടാണ്ട്. അപ്പം നമ്മൾ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാട്ടോ, ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആര് തരാനാ? അപ്പം ഇതാ നമ്മളെ അടുക്കളയിലേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഈ ഒച്ചപ്പാടൊക്കെ കെട്ടിയപ്പോഴൊക്കെ മനസ്സിലായിട്ടോ. നമ്മളെ മോൻ അവന് ഈ പ്രാവശ്യത്തെ സാലറി കിട്ടിയപ്പോൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വാങ്ങിച്ചാൽ എടേ. നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ ചട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ചട്ടിയില്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽ കാണുമ്പോൾ എന്തായാലും എനിക്ക് ആഗ്രഹം ഉണ്ടേനു വേണമെന്ന്. അപ്പം നമ്മളിതാ ഒന്ന് കുഞ്ഞിത് കൊടുത്ത് വലുത് 2 എടുത്താ. കുഞ്ഞി നല്ല രസമുണ്ടാ കാണാന്. അപ്പോൾ ഇനിയെന്താ ഇനി ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അതിൽ ഇത്തിരി സോസ് വയ്ക്കിട്ട്, തക്കാളി സോസ്. അപ്പോൾ മോന് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണിയാണ് ഉള്ളി റോസ്റ്റൊന്നും ഇപ്പം ഇഷ്ടമില്ലാന്ന്. അതിൽ മുട്ട റോസ്റ്റൊക്കെ ആകുമ്പോൾ മുട്ടയും കൂടി കൂട്ടടിക്കും മുപ്പര്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉണ്ട് ചോദിക്കുന്നത് ഉള്ളി റോസ്റ്റ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു ബാജിക്കറി വെക്കാന്ന് ഇന്നലെ അപ്പൂൻ്റെ അടുത്ത്. അപ്പം പറഞ്ഞു വേണ്ട അമ്മേന്ന്. അപ്പോൾ ഇന്നും നമ്മൾ അതന്നെ ഉണ്ടാക്കി. അപ്പം എന്നിട്ട് എന്തായാലും ചോദിക്കും എന്നും തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഡെക്സ ബേബി വാ, അമ്മൻ്റെ അടുത്തേക്ക് വാ. അമ്മ മരുന്ന് വരട്ടൂല. ഇതാ ഒരു വിളിക്കണേ. അയ്യോ എന്റെ കുട്ടി, ഉമ്മ തരൂ. ഉമ്മണ്ട വേഗം വന്നോ. ഹലോ ഗൈസ്, എന്റെ കുട്ടി ഉമ്മ തരുന്ന എന്റെ വാവയാണ്. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. എന്റെ ഡെക്സ ബേബിക്ക് ഉമ്മ വെക്കണ കാണുമ്പോ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്റെ കുട്ടികളല്ലേ അത്, സുന്ദര മക്കളെ. എപ്പോഴും പുറത്തൊക്കെ കൊണ്ടുപോയാൽ ഞാൻ മുഖമൊക്കെ കഴുകും, ഒരുപോലെ കഴുകി തുടച്ചു കൊണ്ടുവരുന്ന കുട്ടി. ചക്കൊരു കുട്ടി, എന്റെ കാലം വൃത്തിയുള്ള കുട്ടിയല്ല കുട്ടിയ. അപ്പൊ ബായ് എന്ന് പറയില്ല കേട്ടോ. എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നാലും നമ്മളിത് ചോദിക്കുന്ന വീഡിയോ ഒക്കെ ഇടാട്ടോ. മുത്താട്ട എൻ്റെ കുട്ടികളാണ്, എൻ്റെ സുന്ദരന്മാരാണ് എല്ലാവരും, വീട്ടമ്മമാരും. അതെ, അയ്യോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ മക്കളും എല്ലാവരും ഭയങ്കരമായിട്ട് ഹൃദയത്തിന് സൗന്ദര്യമുള്ളവരായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിന്ന് സ്നേഹവും സന്തോഷവും സമാധാനം ഒക്കെ തന്നുകൊണ്ട് നമ്മൾ വീഡിയോ കട്ടാക്കുന്നില്ല. ഇവിടെ വെച്ചിട്ട് ഇനി ചപ്പാത്തി വയ്ക്കാൻ വരുമ്പോൾ ബാക്കി എടുക്കാം. ബായ് പറയില്ല. അപ്പൊ നമ്മളെ കഥ ഇന്നലെ ഞായറാഴ്ചയില്ലേനോ? ഇന്നലെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഥ പറഞ്ഞില്ല, ഇനി നാളെയും പറയില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കഥ ഞാൻ വരിക്ക് എന്നിടുന്ന കാരണം അങ്ങനെ അട്ടിപ്പടിയായിട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും ആ കഥകളൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ്. നമ്മളെ കഥ ഒന്നും ആരും മിസ്സാക്കരുത്, എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കിയുള്ളവരും കൂടി കാണട്ടെ, എന്നിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അല്ലാണ്ട് നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇടാൻ.
അപ്പം നമ്മളെ പഴനിക്ക് പോയൊരു വിവരമില്ല, ഞാൻ വിളിച്ചില്ല. എന്താ വെച്ചാൽ ഈ യാത്രയിലെ ആളുകളെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പിന്നെ അവർ സുഖമായിട്ട് പോയി വരട്ടെ. പിന്നെ നമ്മൾ ഉണ്ണേട്ടനെ ഞാൻ ഇടക്കിടക്ക് വിളിക്കാറ്. നമ്മൾ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരെന്നെ. പക്ഷെ നമ്മൾ ഹസ്ബൻഡിൻ്റെ സൗണ്ട് കേൾക്കാൻ നമുക്കത് ഒരു വല്ലായ്മയാണ്, അത് നമുക്ക് പറ്റില്ല. പിന്നെ മേമ നല്ല മേമയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളെ കൂടിയാണ് പോയത്. അപ്പം മേമ സന്തോഷമായിട്ട് വരട്ടെ. മേമയ്ക്ക് ഫോണൊക്കെ എടുക്കാനൊക്കെ, എനിക്ക് തന്നെ എവിടെയും പോയാൽ ആരെങ്കിലും വിളിക്കും, എനിക്ക് ഫോണൊക്കെ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. ആരും ഉണ്ണേട്ടൻ പറയാം എന്താ ഈ ഫോൺ വെച്ചിട്ട് എടുക്കാനൊക്കെ, എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ കേൾക്കൂല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇന്നൊന്ന് വിളിച്ചോക്കണം, കാരണം ആളുകൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ക്ഷീണിതപരിതരായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. എന്താണ് ഇപ്പോൾ പഴനിമലയൊക്കെ കയറിയോ, എന്താ പാടുന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് വിളിച്ചോക്കണം. ഓക്കെ, നമ്മള് ചപ്പാത്തി ഉള്ളി ഫ്രൈ റാഷ് എടുത്തിട്ടുള്ള ഉള്ളി ഫ്രൈ. അപ്പൊ നമ്മൾ ഈ ഉള്ളി ഫ്രൈന്റെ മുകളിൽ നമുക്ക് ഇത്തിരി സോസ് വെച്ചു. അതാ കൂടുതലും പറഞ്ഞു അപ്പോ അത് തന്നെ ലതികേച്ചിന്റെ മോന്റെ കല്യാണത്തിന് എനിക്ക് ചുരിദാർ വേണം. എന്താ എന്റെ അഭിപ്രായം? അപ്പൊ ആ സുധീന്റെ മോനാടാ പക്ഷേ കോമഡി സ്റ്റാർട്ടില് അതേപോലെ എന്തൊക്കെയാണ് പിസ അതെല്ലാരും വന്നിട്ട് അപ്പോ സോസ് വെച്ചിട്ട് അപ്പോ ഉദയച്ചിന്റെ മോന്റെ കല്യാണത്തിന് ചുരിദാർ വാങ്ങട്ടെ നാളെ അഭിപ്രായം. ഉദയച്ചിന്റെ മോന്റെ കല്യാണത്തിന് ഇടാ ഒരു ചുരിദാർ ഞാൻ വാങ്ങട്ടെ. ഇതാണ് ഇപ്പൊ എന്റെ അഭിപ്രായം. ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ പറയാം. വീഡിയോ ചെയ്തുകൊണ്ട് പറയട്ടെ. എന്താ നമുക്ക് പറയാനുള്ളതൊക്കെ പറയണ്ട, മര്യാദയ്ക്ക് പറയണ്ട. നമുക്ക് എന്താ പറയാനുണ്ടെ അത് പറയാം. എന്തിനാ ഇപ്പൊ കോഴി ഓരോ കല്യാണത്തിന് ഇടേണ്ട ആവശ്യം? അങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പൈസ ഉണ്ടാവുമ്പോ പൈസ ഉള്ള പോലെ ജീവിക്കാം. ഈ അച്ഛന്റെ മോൻ തന്നെയാണടാ, എനിക്ക് സംശയം. പെങ്ങളാട്ടനാണ് അവളെ സ്വഭാവം. ഓളങ്ങനെയാണ്. അച്ഛന് സ്വഭാവം അച്ഛന് കിട്ടിയിട്ട് പാവ മനുഷ്യൻ. ഡ്രസ്സൊന്നും വാങ്ങണ ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തട്ടെ. ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുക. എന്റെ മോൻ തിന്ന്. അപ്പൊ നമുക്ക് ഇനി വേണം ചപ്പാത്തി ഒന്നും കൂടി. എന്താടാ ഫ്രൈ ദോശക്കറി ഞാൻ രാത്രി എനിക്കൊണ്ട് 3 എടുത്ത് വന്നിക്കാം. 3 അല്ലെങ്കിലേ തിന്നല്ല, 2 തിന്നാൻ മതി. നമ്മൾ തടിക്കും. ഇപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ ശുഭരാത്രി നേർന്നുകൊണ്ട് സുഖനിദ്ര പറഞ്ഞുകൊണ്ട് നല്ല സ്വപ്നങ്ങൾക്കായി കണ്ണടച്ച് ഉറങ്ങുക. നല്ല സ്വപ്നങ്ങൾ കാണുക. ഗുഡ് നൈറ്റ്. ലവ് യു. അതിന്റെ സിനിമ സൂപ്പറായിരിക്കും.